മൈസൂരിലേക്ക് ഇനി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും ഈ സ്ഥലം നിങ്ങൾ ഒഴിവാക്കരുത് എന്ന് ആദ്യമേ പറയട്ടെ. ഇത്തവണത്തെ മൈസൂർ യാത്ര തീരുമാനിച്ച സമയം മുതൽ കാണാൻ ഏറ്റവും ആഗ്രഹിച്ച ഇടം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ള സോമനാഥ ക്ഷേത്രമാണ്. മൈസൂർ നഗരത്തിൽ നിന്നും 30 കിലോമീറ്റർ അകലെ കാവേരി നദിയുടെ തീരത്താണ് 13-ാം നൂറ്റാണ്ടിൽ പണിത ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാണാം ക്ഷേത്രവിശേഷങ്ങൾ. മൈസൂർ നഗരത്തിലെ കാഴ്ചകൾക്ക് ശേഷം അല്പം വൈകിയാണ് സോമനാഥപുരത്തേക്കുള്ള യാത്ര ആരംഭിച്ചത്. വൈകുന്നേരം 5:30 വരെയാണ് പ്രവേശനം. ഏകദേശം 30 കിലോമീറ്ററിന് കൂടുതൽ ദൂരമുണ്ട് മൈസൂർ നഗരത്തിൽ നിന്നും അങ്ങോട്ട്. അതിനാൽ ഒരു വേള ഈ യാത്ര വെറുതെ ആകുമോ എന്നുവരെ തോന്നിയിരുന്നു. പക്ഷേ ഭാഗ്യം തുണയായി എന്ന് പറയാം. കൃത്യം 5 മണിയായപ്പോൾ ക്ഷേത്ര പരിസരത്തെത്തി. തിരക്ക് ഒട്ടും തന്നെയില്ല. അകത്തേക്ക് പ്രവേശിക്കാൻ ഒരാൾക്ക് 20 രൂപയാണ് ചാർജ്. ടിക്കറ്റ് കൗണ്ടറോ ആളുകളോ ഒന്നും തന്നെയില്ല. അവിടെ കൊടുത്തിട്ടുള്ള QR കോഡ് ഉപയോഗിച്ച് ഓൺലൈൻ വഴിയാണ് പേയ്മെൻ്റ് എല്ലാം. നേരിട്ട് ഒരു ഇടപാടും ഇല്ല എന്ന് ചുരുക്കം. കൃത്യമായി പറഞ്ഞാൽ 30 മിനിറ്റ് സമയമാണ് ഞങ്ങൾക്കും ക്ഷേത്രത്തിനും ഇടയിലുള്ളത്. ഇത്രയും വലിയൊരു അത്ഭുത നിർമ്മിതി 30 മിനിറ്റിനുള്ളിൽ കണ്ടു തീർക്കുക എന്നുള്ളത് ഏറെ ദൗർഭാഗ്യകരമായ വസ്തുതയാണ്. ഞങ്ങളുടെ ആദ്യ പ്ലാൻ മൈസൂരിലേക്ക് പോകുമ്പോൾ ഇവിടെ വന്നു ഈ ക്ഷേത്രം കണ്ടതിന് ശേഷം പിന്നീടുള്ള സ്ഥലങ്ങൾ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇടയിൽ വെച്ച് അത് മാറി. ഒരിക്കലും അത് പാടില്ലായിരുന്നു എന്ന് അവിടെ കാണുന്ന ഓരോ കാഴ്ചകളും ഞങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അത്രയ്ക്ക് അവിശ്വസനീയമായ ഒരു ക്ഷേത്ര നിർമ്മിതിയാണ് സോമനാഥപുര ക്ഷേത്രം. ഹൊയ്സാല കാലഘട്ടത്തിൽ നിർമ്മിച്ച ബേലൂർ, ഹലബിഡ് ക്ഷേത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്ന വിധം തന്നെയാണ് ഈ ക്ഷേത്രവും. എല്ലാം ഒരേ കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പരിപാലിക്കുന്ന ഈ ക്ഷേത്രം 1268 ഹൊയ്സാല ഭരണകാലത്ത് നരസിംഹ മൂന്നാമൻ രാജാവിൻ്റെ ജനറലായിരുന്ന സോമനാഥയാണ് നിർമ്മിച്ചത്. AD 1268 ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. അപ്പോഴേക്കും ഹൊയ്സാല ഭരണത്തിന് 250 വർഷത്തിലേറെ പഴക്കമുണ്ടായിരുന്നു. ഹൊയ്സാല സാമ്രാജ്യത്തിലെ രാജാക്കന്മാർ അവരുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിച്ച 1500-ഓളം ഹിന്ദു ജൈന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം. ദണ്ഡനായക സോമനാഥൻ കാവേരി നദിയുടെ തീരത്ത് സോമനാഥപുരത്ത് ഒരു ഗ്രാമം സ്ഥാപിച്ച ശേഷം മഹാവിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ നരസിംഹ മൂന്നാമൻ രാജാവിൻ്റെ അനുമതി വാങ്ങിയതായാണ് പറയപ്പെടുന്നത്. ഭഗവാന്റെ അനുഗ്രഹം തേടൽ മാത്രമല്ല, ഹൊയ്സാല വാസ്തുവിദ്യയുടെ അസൂയാവഹമായ വൈഭവം പ്രകടിപ്പിക്കാനും അതിൻ്റെ മഹത്വത്തെയും സങ്കീർണമായ കരകൗശലത്തെയും വരും കാലത്തിന് കാണിച്ചു കൊടുക്കാനുമാണ് ഈ ക്ഷേത്രം സൃഷ്ടിച്ചത്. കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ചെന്നകേശവ ക്ഷേത്രം ഹൊയ്സാല വാസ്തുവിദ്യ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റു പല ഹൊയ്സാല ക്ഷേത്രങ്ങളെയും പോലെ ഉയരമുള്ള പ്ലാറ്റ്ഫോമിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ത്രികുടമാണ്, അതായത് 3 ശ്രീകോവിലുള്ള ക്ഷേത്രം. 16 പോയിന്റുള്ള നക്ഷത്രാകൃതിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിന് 3 ശ്രീകോവിലുകളും ഒരേ ഘടനയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഓരോന്നിനും ഗോപുരവും ശുകനാസിയുമുണ്ട്. 3 ശ്രീകോവിലുകളിലും കേശവ, ജനാർദ്ദന, വേണുഗോപാല എന്നിവരുടെ വിഗ്രഹങ്ങളാണ് പണ്ട് ഉണ്ടായിരുന്നത്. കേശവ, ജനാർദ്ദന, വേണുഗോപാല എന്നീ പേരുകളെല്ലാം ഭഗവത്ഗീതയിൽ കൃഷ്ണന്റെ പശ്ചാത്തലത്തിൽ കാണപ്പെടുന്നവയാണ്. ചെന്നകേശവ എന്ന വാക്കിന്റെ അർത്ഥം സുന്ദരനായ കേശവൻ എന്നാണ്.
സോമനാഥപുരയിലെ കേശവക്ഷേത്രം ഹിന്ദുമതത്തിലെ വൈഷ്ണവ പാരമ്പര്യമുള്ള ക്ഷേത്രമാണ്. കൂടാതെ 13-ാം നൂറ്റാണ്ടിലോ അതിനു മുൻപോ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും 1117 ബേലൂരിൽ നിർമ്മിച്ച ക്ഷേത്രവും നിരവധി കേശവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. വലിയൊരു കവാടത്തോടു കൂടിയ ചുറ്റുമതിലിനുള്ളിലാണ് കിഴക്കോട്ട് ദർശനമായി സോമനാഥപുരയിലെ കേശവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഗേറ്റിന് മുമ്പിലെ ചുവരുകൾക്ക് പുറത്ത് ഉയരമുള്ള ഒരു സ്തംഭം നിലകൊള്ളുന്നു. അതിനു മുകളിൽ ഒരു ഗരുഡ പ്രതിമ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല. ക്ഷേത്രത്തിന് ചുറ്റുമതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു വലിയ മുറ്റമുണ്ട്. അതിന് മധ്യഭാഗത്തായാണ് 3 ഗോപുരങ്ങളുമുള്ള പ്രധാന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 3 അടി ഉയരവും നക്ഷത്രാകൃതിയിലുള്ളതും സന്ദർശകർക്ക് കയറാൻ കിഴക്കേ അറ്റത്ത് കൽപ്പടവുകളുമുള്ള ജഗതിയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ജഗതി എന്ന് പറഞ്ഞാൽ ഹിന്ദു ക്ഷേത്ര വാസ്തുവിദ്യയിൽ ഹിന്ദു, ജൈന, ബുദ്ധ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ ഉയർന്ന പ്രതലത്തെയാണ് ജഗതി എന്ന് വിളിക്കുന്നത്. ഹൊയ്സാലയുടെ ക്ഷേത്രങ്ങളിൽ കാണാവുന്ന 5 സവിശേഷതകളിൽ ഒന്നാണ് ഈ പ്ലാറ്റ്ഫോം. ഉയർത്തിയ ജഗതി പ്ലാറ്റ്ഫോം ക്ഷേത്രത്തിനു ചുറ്റും വിശാലമായി നടക്കാനുള്ള ഇട നൽകുന്നുണ്ട്. അതിനാൽ പ്രദക്ഷിണപാതയായും ഭക്തർ ഇത് ഉപയോഗിക്കാറുണ്ട്. പ്രധാന കേശവക്ഷേത്രത്തിലെ പുറംമതിലിന്റെ താഴത്തെ ഭാഗത്ത് വിവിധ വിഭാഗങ്ങളിലായി പലതരത്തിലുള്ള കൊത്തുപണികൾ കാണാൻ സാധിക്കും. ഒരു തട്ടിൽ ആനകളാണെങ്കിൽ അടുത്തതിൽ മാർച്ച് ചെയ്യുന്ന കുതിരകളാകും. അടുത്തതിൽ ഹിന്ദു പുരാണത്തിലെ പല ഭാഗങ്ങളാണ്. രാമായണം, മഹാഭാരതം, ഭാഗവതം, പുരാണ ഇതിഹാസങ്ങൾ ഇവയൊക്കെ ശരിയായ ക്രമത്തിൽ ചിത്രങ്ങളോടുകൂടി വായിക്കുന്നതിന് ക്ലോക്ക് വൈസിൽ ഈ ജഗതിയിലൂടെ ക്ഷേത്രത്തിന് ചുറ്റും നടന്നാൽ മതി. പറഞ്ഞാലും തീരാത്ത അത്രയും സവിശേഷതകളുണ്ട് ഈ ചെന്നകേശവ ക്ഷേത്രത്തിന്. ഏകദേശം 3-4 മണിക്കൂറിന് മുകളിൽ സമയം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം ഡീറ്റെയിൽ ആയി നമുക്ക് കാണാനും അറിയാനും കഴിയൂ. കൊത്തുപണികളുടെ ഡീറ്റെയിലിംഗ് എല്ലാം നോക്കി നടന്നാൽ തന്നെ മണിക്കൂറുകൾ എടുക്കും. ഈ ക്ഷേത്രത്തിന്റെ മറ്റു സവിശേഷതകൾ ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ച് അറിയുന്നത് തന്നെയാകും. ഇതുപോലെ മറ്റൊരു ക്ഷേത്രം കാണണമെങ്കിൽ കർണാടകയിലെ തന്നെ ഹസനിലെ ബേലൂർ, ഹലബഡു എന്നീ ക്ഷേത്രങ്ങളിൽ പോകണം. ഒരേ കാലഘട്ടത്തിൽ ഒരേ രീതിയിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങളാണ് ഇവയെല്ലാം. (2023) സോമനാഥപുര ക്ഷേത്രവും ഹലബിഡിലെ ഹൊയ്സാലേശ്വര ക്ഷേത്രവും ബേലൂരിലെ ചെന്നകേശവ ക്ഷേത്രവും യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചത്. ഈ അത്ഭുത ക്ഷേത്ര നിർമ്മിതി ഒരിക്കലെങ്കിലും കണ്ടില്ലെങ്കിൽ അതൊരു നഷ്ടം തന്നെയാണെന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. മൈസൂർ നഗരത്തിൽ നിന്നും 30 കിലോമീറ്റർ ദൂരത്തിൽ 1 മണിക്കൂർ സമയത്തെ യാത്ര കൊണ്ട് ഈ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ ഇനി മൈസൂരിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഈ വഴിയാകട്ടെ നിങ്ങളുടെ യാത്ര. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.